കഴിഞ്ഞ 1000 വർഷങ്ങളിൽ ഇന്ത്യയിൽ ഏതൊക്കെ വംശങ്ങളാണ് ഭരിച്ചിരുന്നത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ രാജാക്കന്മാരുടെ പേരുകൾ പറയൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു തരും. എല്ലാവരും കൂടെ ആലോചിച്ചാൽ വളരെ വിശദമായി തന്നെ പറഞ്ഞു തരും. നമുക്ക് പാനിപ്പത്തിലെ 1-ാം യുദ്ധം മുതൽ തുടങ്ങി 1947 വരെ വരാം. വടക്ക് മുതൽ തെക്ക് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരും. എന്നാൽ ഈ കാലയളവിൽ, അതായത് ഏകദേശം 1000 വർഷക്കാലം സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഞാൻ ചോദിച്ചാൽ അത് പറയാമോ? പൃഥ്വിരാജ് ചൗഹാൻ യുദ്ധം ചെയ്തപ്പോൾ ഇന്ത്യയിലെ ആളോഹരി വരുമാനം എത്രയായിരുന്നു? എന്തുകൊണ്ട് നിങ്ങൾക്കതറിയില്ല? മുഹമ്മദ് ഗോറി വന്നു, യുദ്ധം നടന്നു, ഇത്ര തവണ തോൽപ്പിച്ചു, പിന്നെ തോറ്റു എന്നൊക്കെ നിങ്ങൾക്കറിയാം. ആ സമയത്ത് സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരുന്നു? അതെന്തുകൊണ്ട് നിങ്ങൾക്കറിയില്ല? ആ സാധാരണക്കാരൻ നിങ്ങളാണ്. ചരിത്ര പുസ്തകങ്ങൾ തരുന്നവരോട് നിങ്ങൾ എന്തുകൊണ്ട് ഇതൊന്നും ചോദിക്കുന്നില്ല? അക്കാലത്ത് സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരുന്നു? അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്ന് ഇതിൽ എഴുതൂ എന്ന്. സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു? ജാതി വ്യവസ്ഥ എത്രത്തോളം ഉണ്ടായിരുന്നു? കുറവാണോ അതോ കൂടുതലാണോ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്രയുണ്ടായിരുന്നു? പൊതുജനാരോഗ്യം എങ്ങനെയായിരുന്നു? ഇതും കൂടി പറയൂ എന്ന് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? യുദ്ധം നടന്നു, 13 തവണ യുദ്ധം നടന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ സന്തുഷ്ടരാകുന്നു. ഇതാണോ നിങ്ങൾക്ക് ചരിത്രം? അത് ആ 2 പേരുടെ ചരിത്രമാണ്. നിങ്ങൾ സ്വന്തം ചരിത്രം ഒരിക്കലും ചോദിക്കുന്നില്ല. കാരണം നിങ്ങൾ സാധാരണക്കാരനാണ്. ഈ കാലയളവിൽ എന്റെ അവസ്ഥ എന്തായിരുന്നു എന്നറിയാൻ സാധാരണക്കാരൻ ആഗ്രഹിക്കുന്നില്ല. കൊട്ടാരം എന്ന് അത്ഭുതപ്പെടുന്നു. ആ കൊട്ടാരം മലയുടെ മുകളിലാണ് പണിതിരിക്കുന്നത്. എന്നാൽ അതിനു താഴെ താമസിച്ചിരുന്ന ആളുകളെക്കുറിച്ചോ? നീ സാധാരണക്കാരനാണ്, നിന്റെ സഹോദരങ്ങളെക്കുറിച്ചെങ്കിലും ചോദിക്കൂ. സാധാരണക്കാരനോട് താല്പര്യമില്ല. സാധാരണക്കാരനും രാജാക്കന്മാരോടാണ് താല്പര്യം.